4-ാം വാക്യമാണ് എനിക്ക് സന്തോഷമായി തോന്നിയത്. അതിൽ ഒരു പദമാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക്, അടുത്ത വാക്കാണ് എന്നെ സന്തോഷിപ്പിച്ചത്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ഞാൻ ചെല്ലും. അല്ലേ? നമുക്ക് ആനന്ദമുണ്ട്, പരമാനന്ദമുണ്ട്. അല്ലേ? ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആനന്ദമുണ്ട്. അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ ആനന്ദമുണ്ട്, പിള്ളേർ കിട്ടുമ്പോൾ ആനന്ദമുണ്ട്, കൊച്ചുമക്കളെ കിട്ടുമ്പോൾ ആനന്ദമുണ്ട്. അല്ലേ? ഇതെല്ലാം ആനന്ദമാണ്. പിന്നെ വണ്ടി മേടിക്കുമ്പോൾ ആനന്ദമുണ്ട്. അല്ലേ? ജോലി കിട്ടുമ്പോൾ ആനന്ദമുണ്ട്. അല്ലേ? സ്വതന്ത്രം. ഇങ്ങനെ എല്ലാറ്റിലും നമുക്ക് ആനന്ദമുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് സന്തോഷമാണ്. പരമാനന്ദം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. കാരണം ഇവിടെയുള്ള ആനന്ദത്തിൻ്റെ എല്ലാം കുറേ ദിവസം കഴിയുമ്പോൾ ആയും പോവും. അല്ലേ? നായും പോവും. അല്ലേ? പിന്നീട് പരുവക്കേടിലേക്ക് പോകും. നമ്മൾ ഈ കാണിക്കുന്ന പരവേശമൊക്കെ അല്ലേ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ മഞ്ഞയിടലും പല്ല് കെട്ടലും പിന്നെ അതൊക്കെ കാണുമ്പം ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് 21 കൊല്ലമായി എനിക്ക് ചിരിയാണ് വരുന്നത്. അല്ലേ? അങ്കിളൊക്കെ 50 കഴിഞ്ഞു, 60 ആവാൻ വേണം. അപ്പോൾ അവർക്കൊക്കെ ഈ നമ്മളെ ഈ എന്താ പറയുക, മഞ്ഞ കിടക്കവും കുളിയൊക്കെ കാണുമ്പോൾ ചിരി വരും. അല്ലേ? അതങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അല്ലേ? അടുത്തിവിടെ ആ ഏജും ആ സ്റ്റേജും ഒക്കെ കഴിഞ്ഞെത്തിക്കുകയാണ് ശശിയങ്കിള്. അല്ലേ? ശശിയങ്കിൾ ഇതിൻ്റെ എല്ലാം കാണുമ്പോൾ പിന്നെയും ചിരിക്കും. കാരണം ശശിയങ്കിൾ ഇതിൻ്റെ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ജീവിതത്തിൻ്റെ വേറെ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന ആളാണ്. അതങ്ങനെ ഓരോ സ്റ്റേജ് ആൾക്കാരിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ. പിന്നെ നമ്മൾ എല്ലാ മേഖലയിലും നിങ്ങളത് നോക്കൂ. നമുക്കപ്പോൾ അത് നമുക്ക് ശരിക്കും നമുക്ക് ബോധ്യമാവും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമാവും. അപ്പോൾ ഇതിൽ നമുക്കെല്ലാവർക്കുമുള്ള പരമാനന്ദം സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. സ്വതന്ത്രം പരമാനന്ദം. ഈ കൊച്ചു കൊച്ചു ആനന്ദം നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഭൂമിയിൽ ജീവിക്കാൻ കൊച്ചു കൊച്ചു ആനന്ദങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഓരോ ആനന്ദം ഇല്ലാതെ മസിൽ പിടിച്ച് ജീവിക്കുക അങ്ങനെയൊന്നുമല്ല. എല്ലാ ആനന്ദവും നമുക്ക് ആവശ്യമാണ്. ശരീര സൗഖ്യം ആവശ്യമാണ്. അല്ലേ? വീട് ആവശ്യമാണ്, കുടുംബം ആവശ്യമാണ്, മക്കൾ ആവശ്യമാണ്, പിന്നെ വാഹനങ്ങൾ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്നില്ലെന്നും വെച്ചിട്ട് ആനന്ദം കുറയുകയൊന്നും ചെയ്യരുത്. ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുക. സ്വതന്ത്രം ഉള്ളത് വെച്ച് സന്തോഷത്തോടെ നമ്മൾ, കാരണം നമ്മളെ യാത്ര പരമാനന്ദത്തിലേക്കാണ്. അല്ലേ? വീട്ടിൽ നമ്മൾ നല്ല എന്താ പറയുക, സെറാമിക് പ്ലേറ്റിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. അല്ലേ? അതുപോലെ കൂടിയ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കുടിക്കുന്നു. കിടക്കുന്നത് ആ സെറ്റപ്പിൽ കിടക്കുന്നു. അല്ലേ? അടുത്ത ആരും കിടക്കാൻ പാടില്ല, എല്ലാവരും ദൂരെ കിടക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ 3 തലേണയൊക്കെ വെച്ച് കിടക്കാം. ഇങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നമുക്ക് ചെയ്യാം. നമ്മളിവിടെ നിന്ന് ഡൽഹിക്ക് യാത്ര പോവുകയാണ്. ട്രെയിനിൽ ആരും സെറാമിക് പ്ലേറ്റ് ഒന്നും തരൂല. അവ മറ്റേ ഇങ്ങനെ അടച്ചു പറക്കി വെച്ചിരിക്കുന്ന ഒരു ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ചുറ്റി വെച്ചിരിക്കുന്ന സാധനം തരും. നമ്മൾ അത് വെച്ച് തിന്നുക. കാരണം നമ്മുടെ ഉദ്ദേശം വണ്ടിക്കകത്ത് കലാപരിപാടി നടത്തുക, തീറ്റുക എന്നുള്ളതല്ല, ഡൽഹി പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സിലാണ്ടോ? പിടിയിടുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ ട്രെയിനിൽ കഴിക്കാനൊക്കില്ല, വീട്ടിൽ കിടക്കുന്ന പോലെ ട്രെയിനിൽ കിടക്കാനൊക്കില്ല. അതൊരു യാത്രയാണ്. നമ്മളങ്ങനെ യാത്ര പോവാണ്. നമ്മൾ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ വിഷയം, ബാക്കി ഒന്നുമല്ല വിഷയം. നമ്മളെപ്പോഴും വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ എത്തും എന്നുള്ളതാണ്. അല്ലേ? ഇപ്പോൾ പിന്നെ പിള്ളേർക്കൊക്കെ അറിയാം വണ്ടി എപ്പോൾ എത്തുമെന്നുള്ള. ട്രെയിനിൽ ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം വണ്ടി ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്, എത്ര മിനിറ്റിനകത്ത് എവിടെ എത്തും, ഇതെല്ലാം അറിയാം. അപ്പം നമ്മൾ ഇത് നോക്കിയാണ് ഇങ്ങനെ ബേജാറായിട്ടിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ എത്തുക. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. പെട്ടെന്ന് നമ്മുടെ പരമാനന്ദത്തിലെത്തുക. ബാക്കി എല്ലാ ആനന്ദവും ഇവിടെ അതിൻ്റെ തോട് പോവും. അതിൻ്റെ സന്തോഷം ഇവിടെ തീരും. ഏത് ആനന്ദത്തിൻ്റെയും അവസാനം ദുരിതം തന്നെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. ഏത് ആനന്ദത്തിൻ്റെയും അവസാനം പ്രതിസന്ധി തന്നെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. ഓക്കെ. ഞാൻ തൽക്കാലം അവിടെ പറഞ്ഞ് അങ്ങനെ വയ്ക്കുകയാണ്, കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ അങ്ങനെ വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആനന്ദങ്ങളിൽ നമ്മൾ കാലിളകി ചാടരുത്, സമാധാനത്തോടെ പോവുക. അല്ലേ? കാരണം ഇത് നടന്നങ്ങ് അപ്പുറത്ത് ചെല്ലുമ്പോൾ വേറൊരു പരുവക്കേടുണ്ട്. ഇതിനൊരു ഓപ്പോസിറ്റ് സംഭവം ഉണ്ട്. അത് മനസ്സിലാക്കി വേണം എടുത്ത് ചാടാൻ. അല്ലേ? അല്ല എന്തെങ്കിലും നമുക്ക് പിന്നെ എന്താ പറയുക, ഭൗതികമായൊന്ന് ലഭ്യമായി കഴിയുമ്പോൾ ഭൂമി മൊത്തം കിട്ടിയതുപോലെ ചിന്തിക്കരുത്. അല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഭൂമി തന്നെ കിട്ടി. 2 ആഴ്ച കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പണിയാണ് കിട്ടിയത്. അല്ലേ? 10ാം ക്ലാസ് ജയിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരം രക്ഷപ്പെട്ടു. അല്ലേ? അടുത്താണ് അഡ്മിഷൻ. അവിടെ ചെല്ലുമ്പോൾ അഡ്മിഷൻ കിട്ടുന്നില്ല, ഈ മാർക്ക് പറ്റുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ആകെ പിന്നെ തലവേദനയും പനിയായി. അല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് ഒപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിചാരം ഇപ്പം തീരുന്നില്ല, പിന്നെയാണ് പഠിക്കാൻ കിടക്കുന്നത്. ലൈഫിൽ ഓരോന്നല്ലേ, നമ്മളൊരു ഡിഗ്രി കഴിയുന്നു. അല്ലേ? പിന്നെ ശരിക്കും ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അല്ലേ? ജോലി കിട്ടി കഴിയുമ്പോൾ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുമ്പോൾ എല്ലാം തീർന്നു. എവിടെ തീരാനാണ്? അങ്ങോട്ട് പോകെ ഇതിൻ്റെ ചുമട് കൂടിയേ വരുള്ളൂ, ഉറക്കം കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ ചില സമാധാനം, വീട് വെച്ചാൽ സമാധാനമായി, പിറ്റേന്നൊട്ട് തൂക്കാൻ തുടങ്ങുകയും ചെയ്യണം. അല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട്
ഇവിടെ ഉള്ളതെല്ലാം കൊച്ചു കൊച്ചു ആനന്ദങ്ങളാണ്. ഇത് അനുഭവിക്കുക, എന്നിട്ട് നിത്യാനന്ദത്തിനാണ് ഒരുങ്ങുക. എനിക്ക് ആ വാക്യമാണ് എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിച്ച വാക്യം. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കിന്നരേ ഉള്ളൂ, ഇത് വെച്ച് ഞാൻ നിന്നെ സ്തുതിക്കും. നമ്മളതിൽ എന്തോ ഉണ്ട്? നമ്മളതിൽ ഒന്നുമില്ല അല്ലേ? നമ്മളാണെങ്കിൽ രണ്ട് കൈയൊക്കെ ഞാൻ അടിക്കാം, ഒരുപാട് നേരം ഒന്നും അടിക്കാനൊന്നും പറ്റില്ല അല്ലേ? പാട്ട് രണ്ടുപേരും കൂടുതലൊക്കെ പാടിയാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ? നമ്മളങ്ങനെ കുറേ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ? നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുമെന്ന് നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും? ചിലർ കോടാകോടി സ്വത്രം, അതിനകത്തിൽ ഒരെണ്ണേ ഉള്ളൂ, അതും സൂത്രത്തോടു കൂടിയൊരു സൂത്രം. അങ്ങനെ കോടാകോടിയൊന്നും അടിക്കണ്ട. നമുക്ക് ദൈവത്തിന് ഹൃദയം തുടിച്ചുകൊണ്ട് എത്ര സ്തോത്രം ചെയ്യാൻ പറ്റും? ഹൃദയം തുടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കയറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് വാസ്തവത്തിൽ നമുക്ക് സംഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ സ്വോത്രമൊന്നും നമുക്ക് വരികയില്ല. പക്ഷെ കിട്ടുന്നതിന് മുമ്പ് കിട്ടിയതിനെ ഓർത്ത് സ്വോത്രം പറയുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ചിന്ത. ഈ സംഭവം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സംഭവത്തെ മറക്കും. നമുക്കൊരു വീട് വേണം, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കും. സാധനം കിട്ടി പ്രതിഷ്ഠയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മറന്നേ പോകും. പിന്നെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കാൻ വരുമ്പോൾ പൈസ കൊടുക്കുക, വീട് വൃത്തിയാക്കുക, പൂക്കൾ ഫിറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ പറയാൻ നമ്മൾ മറ്റേ സാധനം മറന്നു. മനസ്സിലുണ്ടോ? അപ്പം നമുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയതിനായി സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കുറച്ച് നല്ലതാണ് അല്ല? ടിപിഎംകാരൊക്കെ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയതിനെ ഓർത്ത് സ്തോത്രം പറയാൻ വേണ്ടി പഠിപ്പിക്കാറുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വലിച്ചു വരിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് സ്തോത്രം പറയാനല്ല പറഞ്ഞത്. അത് പരിവക്കേടാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമുള്ളത് മുഴുവൻ ദൈവം നമുക്ക് തന്ന് നടത്തുന്നതിന് ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യേണ്ടത് അത്യന്തം. അപ്പം നമുക്ക് എന്ത് വെച്ച് സ്തോത്രം ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട്? ഇപ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം കിന്നരം മാത്രമേ ഉള്ളൂ. മൂപ്പര് അത് വെച്ച് സ്തോത്രം ചെയ്യും. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്? നമ്മുടെ പരമാനന്ദത്തിലേക്ക് നമ്മൾ, അപ്പോൾ നമുക്ക് എന്തുണ്ട് കൊടുക്കാൻ? ദൈവത്തിന് കൊടുക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്ത് വെച്ച് നമ്മൾ മഹത്വപ്പെടുത്തും? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സമയം, നമ്മുടെ ധനം, നമ്മുടെ സ്തോത്രം, ഇതെല്ലാം ഇതിനകത്ത് ആവശ്യമാണ്. സൂത്രത്തിന് സ്തോത്രം മാത്രം അടിച്ചു പോകുന്ന പരിപാടി കർത്താവിന് പോക്കുകയല്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടി തന്ന വില തന്നെത്താൻ തന്നിരിക്കുക. നമ്മുടെ ആവശ്യപ്പെടുന്ന തന്നെത്താൻ തരാനാണ്. എന്നെ തന്നെ കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ പറയും, കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ ഈ മൊബൈൽ തരാം. കർത്താവിന് എന്തിനാണ്? കർത്താവിന് എന്നെയാണ് ആവശ്യം. മൊബൈൽ കൊടുത്തോണ്ട് കാര്യമൊന്നുമില്ല, ലാപ്ടോപ്പ് കൊടുത്തോണ്ടും കാര്യമൊന്നുമില്ല, മൈക്ക് കൊടുത്തോണ്ടും ആവശ്യമൊന്നുമില്ല. അതൊക്കെ കൊടുത്തോളൂ, കർത്താവിന് ആവശ്യം എന്നെയാണ്. പരമാനന്ദം. ഇനി ഞാൻ എൻ്റെ വാക്ക് രണ്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. രണ്ട് ചോദ്യമാണ് രണ്ടാം വാക്യത്തിൽ ചോദിക്കുന്നത്. ഒന്ന്, കർത്താവേ നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? നമ്മൾ ഡെയിലി ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ കർത്താവ് ഇതെല്ലാം കൂടെ ഇങ്ങനെ ആയിപ്പോയത്? അല്ല, ഇന്നാൾ എൻ്റെ അടുത്ത് ആരോ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്ററെ നമുക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞിനൊരു മാരക രോഗം പിടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിചാരം നമ്മളെല്ലാം ആത്മീയരാണ്, നമുക്കിതൊന്നും സംഭവിക്കാൻ പാടില്ല. ഉണ്ടോ? അത് നമ്മൾ പറഞ്ഞത് നമ്മളെല്ലാം കയ്യിൽ കിട്ടി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇതൊന്നും കിട്ടിയതല്ല. അടുത്ത ആഴ്ച നമ്മൾ എവിടെ കൂടെയാണ് പോകേണ്ടത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ തുള്ളൽ ചാട്ടം ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ മുമ്പിൽ എവിടെ കൂടെയാണ് നമ്മൾ നടക്കേണ്ടത് നമുക്കറിയില്ല. എന്ത് പ്രതിസന്ധിയുടെ നടുവിൽ കൂടെയാണ് നമ്മൾ നടക്കേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് തിരുവചനം നമ്മളിങ്ങനെ ആർജിച്ച് ശക്തി ആർജിക്കണം. ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ നമുക്ക് പോകാൻ നമ്മളെ ശക്തനാക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. മറ്റൊന്നിനും അതിനുള്ള കെൽപ്പില്ല. നമുക്ക് ശക്തി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതെവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ സ്റ്റോറപ്പ് ചെയ്ത് വെച്ചോണം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കത് ആവശ്യമായി വരും. അല്ലാതെ നമുക്കിത് സുഖമാണെന്ന് തോന്നുമോ? എല്ലാ ഞായറാഴ്ച എന്തിനാ ചുമ്മാ പോകുന്നേ ഇതൊക്കെ തോന്നും അല്ലേ? കാരണം കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ പോയി 2 പാട്ട് പാടുക അല്ലേ, സങ്കീർത്തനം കേൾക്കുക, പ്രസംഗം കേൾക്കുക, പിന്നെ ആൾക്കാരെ കാണുക, പിന്നെ ഇച്ചിരി ഫുഡ് കഴിക്കുക. ഇതിനൊക്കെ വേണ്ടി പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ഇതിനകത്ത് നമുക്ക് അകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവവചനമാണ്. ഇത് ഇപ്പോഴത്തേക്ക് ഗുണം ചെയ്യില്ല. നമ്മൾ ഡീസൽ ചെന്ന് പെട്രോൾ ടാങ്കിൻ്റെ എന്താ പറയുക, പെട്രോൾ ബങ്കിൽ ചെന്ന് പെട്രോളും ഡീസലും നമ്മൾ ലോഡ് ചെയ്യുന്ന പോലെ ഇത് എപ്പോഴത്തേക്ക് ആവശ്യം വരുന്നത്? ഓട്ടത്തിലാണ് ഇത് ആവശ്യം വരുന്നത്. എത്ര നിറച്ചു എന്നനുസരിച്ചിരിക്കും കൂടുതൽ കിലോമീറ്റർ നമുക്ക് ഓടാൻ കഴിയുക. ഉണ്ടോ? അതുകൊണ്ട് whenever you are getting a chance to fill it, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്കിത് നിറയ്ക്കാൻ കിട്ടുന്നത് അപ്പം നിങ്ങളും നിറയ്ക്കണം. സ്തോത്രം അല്ലേ? നമുക്ക് ഈ സഭയ്ക്കകത്ത് വളരെ സുന്ദരന്മാരായിട്ട് നല്ല വിശുദ്ധരായിട്ട് നമുക്കിരിക്കും. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അകത്തെങ്ങനെ വചനം നിറഞ്ഞിരിക്കുന്നു എന്നതിനെ കാണിക്കുന്നത്. വചനം നിറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. ഏത് വിഷയത്തിലും എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതൊരു വലിയ കാര്യമാണ്. എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കർത്താവിന് വേണ്ടി എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ പ്രധാനമാണ്. മനസ്സിലുണ്ടോ അല്ലേ? നമ്മുടെ ടാർഗറ്റ് ആൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. പൈസയൊക്കെ കർത്താവ് ആവശ്യത്തിന് തരും, അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ചെല്ലെത്താൻ പറ്റുന്ന സ്ഥലത്ത് ഉപദേശിക്ക് ചെല്ലെത്താൻ പറ്റില്ല.
നിങ്ങൾക്ക് മാത്രം ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് വചനം പറയാനും അവരെ രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരുവക്കേടാണ്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലാണ്ടോ? നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ദുഃഖിക്ക് നടക്കേണ്ടി വരുന്നതും ഈ എന്ത്? സ്വാഭാവികമായ ചോദ്യം, വൈ? ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ കർത്താവിനോട് ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ ഇത് ചോദിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ചത് അടുത്ത വാക്യാണ്, 3-ാം വാക്യാണ്. എന്തെന്ന് ചോദിച്ചിട്ട് മൂപ്പര് മറുപടി പറയുക, നിന്റെ പ്രകാശവും സത്യവും ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ നടപ്പ് പാളി എന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ നടപ്പിൽ പരുവക്കേടുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അതാ എന്തെന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം, കർത്താവേ നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണം. അയച്ചു തന്നിട്ട് അവ എന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി നടക്കുകയല്ല, എൻ്റെ തോന്നിയതുപോലെ ഞാൻ ഇനി നടക്കുകയല്ല. നിന്റെ പ്രകാശവും നിന്റെ സത്യവും നീ എനിക്ക് അയച്ചു തരണം, ഞാൻ അതിലെ നടക്കാം. അവ എന്നെ നടത്തട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അതിലെ നടക്കാൻ തയ്യാറാണെന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഞാൻ അതിലെ നടക്കാൻ തയ്യാറാണ്. നമ്മൾ അങ്ങനെ തീരുമാനിക്കോ? ഇല്ല. നമ്മളിങ്ങനെ എന്തായിരിക്കും അങ്ങനെ പറ്റിയത്, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, നമ്മൾ പിന്നെ നമ്മൾ ചാണകക്കുഴി തന്നെ കിടക്കും. അങ്ങനല്ല, എന്താ പറ്റിയത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവ് വെളിച്ചം തരണേ, കാരണം ഞാൻ ഇരുട്ടത്തിരിക്കുകയാണ്, നിന്റെ വെളിച്ചം കിട്ടിയാലേ മനസ്സിൽ, എനിക്ക് കണ്ണ് കുറച്ച് കാണാം, പക്ഷേ മൊത്തം ഇരുട്ടല്ലേ, നിന്റെ പ്രകാശം വരട്ടെ, അപ്പം ഞാൻ കാണാം, എന്നിട്ട് ഞാൻ അതിലെ നടക്കാം. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നത് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പം നമ്മൾ തീരുമാനിച്ചാലേ നടക്കുക, നമ്മൾ തീരുമാനിക്കാത്ത കാര്യം നടക്കുകയല്ല. ചിലർ നമ്മൾ തീരുമാനിക്കും പോലെ, സ്തോത്രം, അത് പരുവക്കേടാണ്. നമ്മൾ തീരുമാനിച്ച് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണുകളുടെ വെളിച്ചം വളരെ കുറവാണ്. വചനപ്രകാശമാണ് പ്രകാശം. ആ പ്രകാശത്തിലൂടെ നടന്നില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എന്നാൽ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അതിനുള്ള കഴിവില്ല. അതാ ഇവിടെ പറയുകയാണ്, നിന്റെ പ്രകാശം നിന്റെ സത്യം എനിക്ക് അയച്ചു തരണം, അവ എന്നെ നടത്തട്ടെ. അടുത്ത്, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും നിന്റെ തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കട്ടെ. അപ്പോൾ എവിടെ എനിക്ക് എത്തണം? വിശുദ്ധ പർവ്വതത്തിലെത്തണം, തിരുനിവാസത്തിലെത്തണം. എന്നെ നിന്റെ വെളിച്ചം അവിടേക്ക് നടത്തട്ടെ. നടുകടലിൽ കിടക്കുന്നവന് ലൈറ്റ് ഹൗസ് പോലെ ആ വെളിച്ചം കാണുമ്പോൾ കരയിലേക്ക് നടക്കാൻ പറ്റും. അതുപോലെ അവൻ പറയാണ്, ഞാൻ ഇരുട്ടത്ത് തപ്പി നടക്കുകയാണ്, നിന്റെ വെളിച്ചം എനിക്ക് കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് നടന്ന് എവിടെ വരും? ആ വെളിച്ചത്തിൻ്റെ ഉറവിടമായ തിരുനിവാസത്തിൽ ഞാൻ വരും. അടുത്ത അയാൾ പറയാണ്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ ചെല്ലും. ഇവിടെ കിട്ടിയോ? ഉണ്ട് മാന്യ സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഇങ്ങനെ പണി കിട്ടി എന്നതിനെക്കുറിച്ച് ഇനി ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. കർത്താവിനോട് പറയാം, കർത്താവേ നിൻ്റെ വെളിച്ചം നീ കാണിച്ചു തരണം. അല്ല, നമ്മളൊരു ടോർച്ച് ഉണ്ടാക്കി അവിടെ നിന്ന് അടിച്ച് കയറാൻ നോക്കരുത്. നമ്മൾ എത്ര അടിച്ചാലും ടോർച്ചിൻ്റെ സോഴ്സ് ഞാനാണ്. മനസ്സിലുണ്ടോ? വെളിച്ചമില്ലാത്തടുത്ത് അപ്പുറത്തുനിന്ന് ഒരാൾ എനിക്ക് അടിച്ചു തരുന്നത് സോഴ്സ് അവിടെയാണ്. മറ്റത് ഞാൻ ടോർച്ച് വെച്ച് കളിക്കുകയാണെങ്കിൽ സോഴ്സ് ഞാനാണ്. ഞാൻ അണയ്ക്കും, ഞാൻ തെളിയിക്കും. ഞാൻ ഇവിടെ തന്നെ കിടന്ന് വട്ടം ഇടും. ഇവിടുന്ന് കയറാൻ ഒക്കൂല എനിക്ക്. ഞാൻ അടിക്കുന്ന റേഡിയസല്ലേ എനിക്ക് കിട്ടുള്ളൂ. മറ്റത് എനിക്ക് അയാൾ അടിച്ചു തരികയാണ്, സ്ട്രൈറ്റായിട്ട് അടിച്ചു തരും അയാൾ. എനിക്ക് അത് നൈറ്റ് കയറി പോയാൽ മതി. അതായത് നമ്മൾ പറയാം, എനിക്കറിയാം, എന്നാൽ നടന്ന് ഊപ്പാട് വരും. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് ആദ്യം നമ്മുടെ ലൈറ്റ് അടി അങ്ങ് നിർത്തുക, നമ്മുടെ പ്രകാശം കാണിക്കൽ അങ്ങ് നിർത്തുക. തിരുസന്നിധിയിൽ മുട്ടുമടക്കാതെ, തമ്പുരാനെ നീ എനിക്ക് വെളിച്ചം കാണിച്ചു തരണം, നീ എനിക്ക് പ്രകാശം കാണിച്ചു തരണം. കർത്താവ് കാണിക്കാതെ നമ്മൾ കയറി കാണിക്കാൻ നോക്കിയാൽ സംഭവം പരുവക്കേടാവും. നമ്മൾ പലപ്പോഴും അങ്ങനെ ന്യായം പറയുന്നത്, നമ്മളുടെ ന്യായം നമ്മുടേതാണ്. ഉണ്ട്, അന്യായമായ ന്യായങ്ങളൊന്നും ഇറക്കി വെക്കരുത്, ഊപ്പാട് വന്നു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കിടന്ന് കൈകാലിട്ട് അടിച്ചാൽ നമുക്ക് ആ പോയിന്റിൽ കയറി വരാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് നല്ല സമയത്ത് പണി കിട്ടി എന്നുള്ളത് മനസ്സിലാക്കി, കർത്താവേ നീ എനിക്ക് വെളിച്ചം കാണിച്ചു തരണം, എന്നെ പരമാനന്ദത്തിൽ നടത്തണമെന്ന് തീരുമാനിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ചാൽ കർത്താവ് തള്ളിക്കളയുന്ന ദൈവമല്ല, കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല.